ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കിയാലോ. അത്ര വലിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തല ചീവണം, പൊട്ട് തൊഴണം, കോളേജിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇന്ന് 78th ഇൻഡിപെൻഡൻസ് ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ കേട്ടോ. അപ്പോൾ കോളേജിൽ ഇന്ന് ഫംഗ്ഷൻ ഉണ്ട്. എനിക്ക് സാധാരണ ഇങ്ങനത്തെ അവധി ദിവസം ഒന്നും അങ്ങനെ പോകുന്നൊന്നും ഇഷ്ടമല്ല. ബട്ട് ഇത് കോളേജാണല്ലോ. സ്കൂളിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ സ്റ്റുഡൻസ് പോലീസിലൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് 8 മുതൽ ഇങ്ങനെ പോകണമായിരുന്നു കേട്ടോ. 8, 9 ആയിരുന്നു സ്റ്റുഡൻസ് പോലീസ് കേരളത്തിൻ്റെ അത്. അപ്പോൾ അതിന് 2 വർഷം പോയിട്ടുണ്ട്. ബട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. 10ലൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഇഷ്ടമല്ല. ബട്ട് കോളേജിൽ പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. നീറ്റ് ക്ലീൻ യൂണിഫോം പ്ലസ് എല്ലാം നീറ്റ് ഫുൾ യൂണിഫോമിൽ വരണമെന്നാണ്. അത് 8:20 റിപ്പോർട്ട് ചെയ്യണമെന്നാണ് മാമിൻ്റെ ഓർഡർ. കേരളത്തിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7 മണി 8 മണി അപ്പോൾ അന്നേരമല്ലേ ഫ്ലാഗ് ഉയർത്തുന്നത്. ഇവിടെ കർണാടക ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ താമസിച്ചാണ്. പിന്നെ നേരത്തെ റെഡിയായി പെട്ടെന്ന് റെഡി ആകുമ്പോൾ എല്ലാം എടുക്കുന്ന സാധനങ്ങൾ മൊത്തം താഴെ പോകാൻ കേട്ടോ. പൊട്ടെടുത്താണ് അത് താഴെ പോയി. ഞാൻ എൻ്റെ പൊട്ടൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ജീരകത്തിൻ്റെ മിഠായിയുടെ പാത്രത്തിലാണ്. അത് എടുത്തപ്പോൾ തന്നെ താഴെ പോയി. ഇനി ഫുഡ് കഴിക്കണം കേട്ടോ. ഞാൻ റെഡിയായി കഴിഞ്ഞു. എനിക്ക് മുടി കെട്ടാനാണ് ഏറ്റവും സമയം വേണ്ടത്. അപ്പോൾ മുടി കെട്ടിക്കഴിഞ്ഞ് മൊത്തം സെറ്റായിട്ടോ. നല്ല മുടി കൊഴിച്ചിലുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും ചായയാണ്. ഇതിൻ്റെ ഒപ്പം ഒരു ഗ്രേവിയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമേ അല്ല സാധനം. ക്യാബേജിൻ്റെ ആണ് കേട്ടോ. ബ്രെഡിന് എന്തൊരു കട്ടിയാണെന്നറിയാവോ. പൊന്നോ, വായി വെക്കാൻ പറ്റത്തില്ല. പിന്നെ ചായ ഉള്ളതുകൊണ്ട് അത്യാവശ്യം കഴിച്ചു പോകാം. ബട്ട് ചായ എന്ന് പറഞ്ഞാൽ ചായ അല്ല, അത് പഞ്ചസാരപാത്രം കൊട്ടിയിട്ടിരിക്കുന്ന ചായയാണ്. രാവിലെ ഞാനൊരു ഗ്ലാസ് ചായ കുടിക്കാറുള്ളൂ. എനിക്ക് അതിലും പറ്റത്തില്ല. ഭയങ്കര മധുരമാണ്. ബ്രെഡും ചായയും കഴിച്ച് കഴിഞ്ഞാൽ ബ്രെഡ് കഴിക്കാനേ പറ്റത്തില്ല. ബട്ട് കഷ്ടപ്പെട്ട് കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും വിശക്കും. അതുകൊണ്ട് പിന്നെ ഒരു 9 മണിക്ക് ആകുമ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലാണ് ആസ്വദിച്ച് മരിക്കൊന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. ആ സമയം എനിക്ക് വിശപ്പാവത്തുള്ളൂ. പക്ഷേ ഇവിടെ ഇന്ന് 7:45 കഴിഞ്ഞപ്പോൾ കൊണ്ടു തന്നു ഫുഡ്. അല്ലെങ്കിൽ 8 മണിയാവും. ഇന്ന് നേരത്തെ കൊണ്ടു തന്നു. അപ്പോൾ അത് കഴിച്ചു. പെട്ടെന്ന് തന്നെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തത്രപ്പാട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഫ്രണ്ട്സ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കുന്നതിനെ കുറിച്ചിട്ട്. അപ്പോൾ അവരുടെ മുഖമൊന്നും വരാതെടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മറുപടി കൊടുക്കുന്നതിന് കുറേ സമയമാവും. അവരെന്താണ് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓരോന്നും പറഞ്ഞ് അതും പറഞ്ഞിട്ടാണ് ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ഇറങ്ങുന്നില്ല. വയൽ എത്തുന്നതിന് ചവച്ചിട്ടാണെന്നറിയാമോ. ബ്രെഡൊന്നും ഇറങ്ങും. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടാട്ടോ കഴിക്കുന്നത്. അതുകൊണ്ട് ചില വിഷ്വൽസ് നിങ്ങൾക്ക് ക്ലിയർ ആവത്തില്ല മര്യാദയ്ക്ക്. പിന്നെ കട്ടിൻ്റെ അടിയിൽ നിന്നിട്ടാണ് കഴിക്കുന്നത്, മീൻസ് കട്ടിന് താഴെ. അപ്പോൾ അതുകൊണ്ടുകൂടെ കുറച്ച് ഇതുണ്ടാവും, ഇരുട്ടുണ്ടാവും. ഇരുട്ട് കൂടുതലുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ചില വിഷ്വൽസ് കാണത്തില്ല. അങ്ങനത്തെ ഫുഡ് കഴിച്ചു. ഫുൾ യൂണിഫോമിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് എൻ്റെ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കോളേജിലേക്ക് പോകാം. ഞാൻ ഫോൺ എടുക്കുന്നില്ല. പേര് എനിക്ക് ഫോൺ എടുക്കാം. ഞാൻ കോളേജിലാണ് ഫോൺ എടുക്കാറില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ആരുടെ ഫോണിൽ നിന്ന് ബാക്കി ഞാൻ വീഡിയോസ് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കോളേജിൽ എത്തിയപ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എല്ലാം ഡെക്കറേറ്റൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഗാന്ധിജി, പിന്നെ അപ്പുറത്ത് ഭാരതാംബ, പിന്നെ ടീച്ചേഴ്സൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. 8:20 എന്ന് പറഞ്ഞിട്ട് തീരെ കൃത്യനിഷ്ഠതയില്ലാത്തത് കൊണ്ട് അത് 9 മണി കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. അവർക്ക് കൃത്യനിഷ്ഠതയില്ലാത്തത് കൊണ്ടാണോ അതോ ഞങ്ങളുടെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ വൈകി വരും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും നേരത്തെ വരാൻ പറഞ്ഞതാണെന്നും അറിയാൻ പാടില്ല. എല്ലാവരും ലൈനൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് നിർത്തി. ചെയർമാൻ വരാൻ വേണ്ടിയിട്ടാട്ടോ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം ചെയർമാനും എത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇനിയുള്ളത് ഫസ്റ്റ് തേങ്ങ ഉടച്ചിട്ട് അവിടെ വിളക്ക് കൊളുത്തി ഫ്ലാഗ് ഉയർത്തണം. സംഭവം അതാണ് കേട്ടോ. പ്രിൻസിപ്പളും നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാനും വിളക്ക് കൊളുത്തി. അതിനുശേഷം ഫ്ലാഗ് ഉയർത്താനുള്ള ഇതിലാണ്. ഫ്ലാഗ് ഉയർത്തുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ജനഗണമന, നമ്മുടെ ദേശീയ ഗാനം, അത് ആലപിച്ചു. അതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ചെയർമാൻ്റെ ഒരു ചെറിയ സ്പീച്ച് ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറയാലോ, എനിക്കിങ്ങനെ സ്പീച്ചൊന്നും കേൾക്കുന്നത് തീരെ ഇഷ്ടമല്ല. എന്താണെന്നറിയാൻ പാടില്ല, എനിക്കിഷ്ടമല്ല. നിങ്ങൾ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മീൻസ് അത് അവരുടെ അവരോടുള്ള റെസ്പെക്റ്റ് കൊണ്ട് നമ്മളത് കേട്ട് നിൽക്കും. പക്ഷേ എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇഷ്ടമല്ല അത് കേൾക്കുന്നത്. എന്താണെന്നറിയാം. എൻ്റെ അമ്മ എന്നെ എപ്പോഴും കുറ്റം പറയും. എനിക്ക് നല്ല കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നും അറിവുള്ളവർ പറയുന്നത് കേൾക്കണം എന്ന് പറഞ്ഞ് എപ്പോഴും എന്നെ ഉപദേശിക്കലാണ് കേട്ടോ പണി. പക്ഷേ സത്യം പറയാലോ, അദ്ദേഹം പറഞ്ഞത് മൈക്കിൽ സൗണ്ടിലാക്കണം. ഞങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലായില്ല. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഞങ്ങളോട് പറഞ്ഞ് വിഷ് ചെയ്തു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ബട്ട് ഞങ്ങൾ എല്ലാം മനസ്സിലായതുപോലെ നിന്ന് കൈയടിച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ സീനിയേഴ്സിൻ്റെ ഒക്കെ കുറച്ച് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഡാൻസ്, പാട്ടൊക്കെ. അവർക്കൊക്കെ എന്തോരം കഴിവുകളാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു കഴിവുമില്ല ഗൈസ്. എൻ്റെ കഴിവെന്താണെന്ന് കണ്ടെത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും അവരുടെ ഇതൊന്ന് കണ്ടിട്ട് വാട്ടോ. എന്നിട്ട് അഭിപ്രായം പറയാം കമൻറ്റ് ബോക്സിൽ. आजादी हर हाल में हमें देखनी है, हमें देखनी है आजादी. मिट जाएगा ना इस जुल्मत का
लहराएगा परचम मोहब्बत का, मिट जाएगा नाम इस जुल्मत का, लहराएगा परचम मोहब्बत का, शहरों शहरों का होगा होकर हमें इश्क आबादी देखनी है, हमें सुबह आजादी देखनी है, हमें देखनी है आजादी, हर हाल में हमें देखनी है, हमें देखनी है आजादी. ദേവപുണ്യം നെഞ്ചിലേറ്റും സിന്ധുവും ശാപമോക്ഷം മുങ്ങി നേടും ഗംഗയും, ഋഷിതുല്യമാണെന്റെ നാട്, ഹൃദയങ്ങളൊന്നായ നാട്, മതമൈത്രി വാഴുന്ന മണ്ണിൽ ഭാരതം ഭാരതം, കവി കാളിദാസന്റെ നാട്, കവനങ്ങൾ പെയ്യുന്ന നാട്, മനഃശാന്തിയേകുന്ന മണ്ണിൽ ഭാരതം ഭാരതം. വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം, വന്ദേ മാതരം മാതരം. നന്നായിട്ട് പാടില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അവരുടെ പാട്ട്. എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു, പിന്നെ സീനിയേഴ്സ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് സീനിയേഴ്സിൻ്റെ ഡാൻസ് ആയിരുന്നു. അതിൻ്റെ മ്യൂസിക് എനിക്കിവിടെ വെക്കാൻ പറ്റത്തില്ല, ചാനലിൽ അടിച്ച് പോകും, കോപ്പിറൈറ്റ് അടിച്ചിട്ട്. അതുകൊണ്ട് നല്ലൊരു കാം ഡാൻസ് ആയിരുന്നു കേട്ടോ സീനിയേഴ്സിൻ്റെ. എനിക്ക് ഇഷ്ടമായി. ബട്ട് എനിക്ക് ആകെ വിഷമം വരുന്നത് അവർ ആ റോഡിൽ നിന്നിട്ടാണല്ലോ കളിക്കുന്നതെന്ന് ഓർത്തിട്ടാട്ടോ. നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് അങ്ങനെ പ്രോപ്പർ ഒരു ഗ്രൗണ്ട് ഇല്ല കോളേജിന്. അപ്പോൾ പിന്നെ എന്ത് ഫംഗ്ഷൻ വന്നാലും ഞങ്ങൾ ഇവിടെ നിന്നിട്ട് കളിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാനും പറ്റത്തില്ല മര്യാദയ്ക്ക്, അതൊരു പ്രശ്നമാണ്. പിന്നെ സീനിയേഴ്സിൻ്റെ ഡാൻസ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും പോവാം കേട്ടോ, ഹോസ്റ്റലിലോട്ട് പോവാം. ഇതെല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ ആയി, എല്ലാം ഒന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 10 മണിയായി. പിന്നെ ഇപ്പം അടുത്ത ആഴ്ച ഞങ്ങൾക്ക് കൾച്ചർ തുടങ്ങും. അപ്പോൾ ഫ്രണ്ട്സിന് അതിന് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ പ്രാക്ടീസിനുള്ളവർ കോളേജിൽ നിൽക്കണം, അതിന് അവർക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ ഒന്നുമില്ല കേട്ടോ. എല്ലാവർക്കും എന്തോരം കഴിവുകളാണ്, എനിക്ക് കഴിവുകളൊന്നും പ്രത്യേകിച്ചില്ല. എനിക്കിങ്ങനെ വീഡിയോ ഉണ്ടാക്കാൻ പോലും കഴിവുകളില്ല ഗൈസ്. എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലോട്ട് പോകുന്നു. ഹോസ്റ്റലിൽ പോയിട്ട് പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെയും കൂടെ ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഹോസ്റ്റലിലോട്ട് തിരിച്ച് പോകാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് ചോക്ലേറ്റ് അത് തരാതെ എന്തായാലും നമ്മൾ വിടത്തില്ലല്ലോ. ചോക്ലേറ്റ് തരും, അതുകൂടെ വാങ്ങിച്ചിട്ട് മാമിൻ്റെ പെർമിഷൻ വാങ്ങിച്ചിട്ട് വേണം ഹോസ്റ്റലിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സീനിയേഴ്സിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ ഫ്ലാഗിന് മുന്നിൽ നിന്ന് കുറേ ടീച്ചേഴ്സ് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്കും ഒരു തംബ്നെയിലിന് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാട്ടോ ആ ഫോട്ടോ എടുത്തത്. ആ ഫോട്ടോ ഞാൻ ഈ സൈഡിൽ വെച്ചേക്കാം. കുറേ നേരം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയത്. ടീച്ചേഴ്സിൻ്റെ ഫോട്ടോ എടുപ്പുണ്ടായിരുന്നു, അതും സീനിയേഴ്സ് എടുത്തു. അത് കണ്ടിട്ട് ഞാൻ എടുത്തത് കേട്ടോ. ഇതിനൊക്കെ കുറേ നേരം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ പേര് ഷെയർ തന്നിട്ട് അവൾ വെയിറ്റ് ചെയ്ത് എനിക്ക് നിന്നായിരുന്നു. അതിന് അവളോട് താങ്ക്സ് പറയാൻ ഞാൻ വീഡിയോയിൽ നേരിട്ട് പറയാൻ പറ്റിയില്ല, വീഡിയോയിൽ പറയാം നമുക്ക്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. എന്നോട് ഇന്ന് വീഡിയോ എടുക്കണം, വ്ളോഗ് എടുത്ത് ചാനലിടണം എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത്. പിന്നെ ഇത് ഈ വീഡിയോ ഒക്കെ എൻ്റെ ഫ്രണ്ട്സാണ് എടുക്കുന്നത്. ഞാൻ എടുത്തപ്പോൾ ഇത്ര നന്നാവത്തില്ല. അപ്പോൾ അവരാണ് അവരുടെ ഫോണിൽ കഷ്ടപ്പെട്ട് കുറേ നേരം എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്ത് തന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ അവരോട് എല്ലാവരോടും ഞാൻ താങ്ക്സ് പറയണം. എനിക്ക് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരോടും താങ്ക്സ് പറയാം. എല്ലാവരും എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ഫോൺ തന്നു, അവർ വീഡിയോ എടുത്ത് തന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. പിന്നെ സ്വീറ്റ്സ് കിട്ടി. ഇപ്പോൾ ഹോസ്റ്റലിലോട്ട് പോകാൻ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യൂ. ബൈ.